ജനസമ്പർക്ക പരിപാടിക്കിടെ ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്തയ്ക്ക് നേരെ ഔദ്യോഗിക വസതിയിൽ വെച്ച് ആക്രമണമുണ്ടായെന്ന് രാജേഷ് കിംജി എന്ന 41-കാരന്റെ ആക്രമണത്തിൽ മുഖ്യമന്ത്രിയുടെ തലയ്ക്കാണ് പരിക്കേറ്റത്. ഡൽഹി മുഖ്യമന്ത്രിക്കെതിരെ ആസൂത്രിതമായ ആക്രമണമാണ് നടന്നത് എന്നാണ് പോലീസ് പറയുന്നത്. രേഖ ഗുപ്തയെ പ്രതി 2 ദിവസമായി പിന്തുടരുന്നുണ്ട്. ഇക്കാര്യങ്ങൾ തെളിയിക്കുന്ന ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. രാജേഷ് കിംജിക്കെതിരെ പോലീസ് വധശ്രമത്തിനാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല IB ഇന്റലിജൻസ് ബ്യൂറോയും ഇയാളെ വിശദമായി തന്നെ ചോദ്യം ചെയ്യുമെന്നുള്ള കാര്യമാണ് ഈ ഘട്ടത്തിൽ അറിയാൻ സാധിക്കുന്നത്. എന്തിനാണ് മുഖ്യമന്ത്രി രേഖ ഗുപ്തയെ ഈ പറയുന്ന പ്രതി മർദ്ദിച്ചത്, അതിൻ്റെ ലക്ഷ്യമെന്ത്, പുറകിൽ മറ്റാരെങ്കിലും ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊന്നും ഇപ്പോഴും വ്യക്തമായിട്ടില്ല. അതിലടക്കം കൂടുതൽ അന്വേഷണം നടക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല മുഖ്യമന്ത്രി വസതിയിൽ നടന്ന സുരക്ഷാ വീഴ്ച, അതിലും പോലീസിനകത്തൊരു ആഭ്യന്തര അന്വേഷണം ഉണ്ടാകുമെന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്. പല കാര്യങ്ങളും ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട്. അതായത് ഇയാൾ മറ്റേതെങ്കിലും പാർട്ടിയുടെ അനുഭാവിയാണോ, ആരെങ്കിലും കൊട്ടേഷൻ നൽകിയതാണോ, മറ്റെന്തെങ്കിലും ലക്ഷ്യമുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട്. 2 ദിവസമായി ഇയാൾ മുഖ്യമന്ത്രിയുടെ പുറകിൽ തന്നെയാണ്. ഷാലിമാർ ബാഗിൽ മുഖ്യമന്ത്രി പോയ സമയത്ത് അവിടെ പങ്കെടുത്ത പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു. ഷാലിമാർ ബാഗിലെ മുഖ്യമന്ത്രിയുടെ വസതിയിലേക്കും അദ്ദേഹം എത്തിയിരുന്നു. അതിൻ്റെ എല്ലാം CCTV ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതെല്ലാം മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലീസ് നൽകിയിട്ടുള്ള ദൃശ്യങ്ങളാണ്. കൃത്യമായി ഫോളോ ചെയ്യുന്നുണ്ട്. അതായത് ഒരു പദ്ധതി മുഖ്യമന്ത്രി അടുത്തേക്ക് എത്താനും ആക്രമിക്കാനും ഇയാൾ തയ്യാറാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് ഈ ഘട്ടത്തിൽ പോലീസും പറയുന്നത്. ഡൽഹിയിലെ ഈ തെരുവ് നായകളെ സംബന്ധിച്ച് സുപ്രീം കോടതി എടുത്ത ഒരു വിധി, അതിൽ ഇയാൾ വലിയ രീതിയിൽ വിഷമത്തിലായിരുന്നു. മാത്രമല്ല ചില മാനസിക പ്രശ്നങ്ങളുണ്ട്. പ്രത്യേകിച്ചും ഇയാളുടെ അമ്മയുടെ പ്രതികരണം അനുസരിച്ച് ഇയാൾ വീട്ടിലുള്ളവരെയും പലപ്പോഴും ചെറിയ വിഷയങ്ങൾക്ക് പോലും ആക്രമിക്കാറുള്ള വ്യക്തിയായിരുന്നു എന്നുള്ള കാര്യമൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ആംഗിൾ കൂടി ഇപ്പോൾ എന്തായാലും പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കേണ്ട. ഏറ്റവും പ്രധാനമായി മറ്റാരെങ്കിലും കൂടി ഈ ഒരു സംഭവത്തിൽ ആക്രമണത്തിൽ പങ്കുണ്ടോ എന്നുള്ള കാര്യം തന്നെയാണ് അന്വേഷിക്കുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ വസതിക്ക്, ഔദ്യോഗിക വസതിക്ക് സിവിൽ ലൈൻസിലെ വലിയ രീതിയിൽ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അവിടെ പുറത്തു നിന്നുള്ളവരെ പ്രവേശിപ്പിക്കുന്നില്ല. മുൻകൂട്ടി അനുമതി വാങ്ങിയവർക്കോ അതല്ലാതെ ഈ സഹപ്രവർത്തകർക്കോ, അതായത് മന്ത്രിസഭയിൽ തന്നെ അംഗമായിട്ടുള്ളവർക്കൊക്കെ മാത്രമാണ് വീടിനകത്തേക്ക് പ്രവേശനമുള്ളത്. ആ റോഡിലേക്കും മാധ്യമപ്രവർത്തകർക്കും അതുപോലെ പെർമിഷൻ വാങ്ങിയവർക്കും ഒഴികെ മറ്റാരെയും പ്രവേശിപ്പിക്കുന്നില്ല. ഈ ഒരു ഘട്ടത്തിൽ വിശ്രമം വേണമെന്നുള്ള കാര്യം കൂടിയാണ് ഡോക്ടർമാരും മുഖ്യമന്ത്രിയോട് പറഞ്ഞിരിക്കുന്നത്. അടുത്ത 2 ദിവസമെങ്കിലും വിശ്രമം വേണം. വലിയ രീതിയിൽ ഇപ്പോഴും ചികിത്സ മുഖ്യമന്ത്രിയുടെ വസതിക്ക് അകത്ത് തന്നെ ഡോക്ടർമാരെത്തി നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ അന്വേഷണമായിരിക്കും അത്. പ്രത്യേകിച്ചും ഗുജറാത്തിലെ രാജ്കോട്ട് കേന്ദ്രീകരിച്ചും ഇയാളുടെ മറ്റ് വിവരങ്ങളെല്ലാം തന്നെ ശേഖരിച്ച് അത്തരത്തിലുള്ള അന്വേഷണം കൂടിയാണ് എന്തായാലും ഈ ഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഡൽഹിയിൽ നിന്നും അർജുൻ പീതാംബരൻ, മാതൃഭൂമി ന്യൂസ്.